SNDPയെയും SN ട്രസ്റ്റിനെയും ഉപയോഗിച്ച് വെള്ളാപ്പള്ളി നടേശനും കുടുംബാംഗങ്ങളും അനധികൃതമായി നേടിയ പണവും അതുപയോഗിച്ച് വാങ്ങിയ സ്വത്തുവകകളെ സംബന്ധിച്ചും കിളിമാനൂർ ചന്ദ്രബാബു മുൻ SNDPയുടെ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയായ കിളിമാനൂർ ചന്ദ്രബാബുവാണ് ഓരോ കാര്യങ്ങളും രേഖകൾ സഹിതം ഇപ്പോൾ പീപ്പിൾ ടിവിയിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രബാബുവിലേക്ക് തന്നെ പോകാം. ശ്രീ ചന്ദ്രബാബു, താങ്കൾ എഴുതിയിരിക്കുന്നു, VS അച്യുതാനന്ദൻ പറഞ്ഞ ഒരു പ്രധാന ആരോപണം ഇതായിരുന്നു: ഈഴവ സമൂഹത്തിന്റെ നവോത്ഥാനത്തിനും പുനരുദ്ധാരണത്തിനുമായി എത്തിയ അവർ ഈഴവരിൽ നിന്ന് തന്നെ ഡൊണേഷൻ വാങ്ങി. അതും താങ്കളുടെ നൽകിയ രേഖകളിൽ വെളിവാകുന്നു. ഒന്ന്, തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഒന്ന്, ഈഴവ സമൂഹത്തിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളത്. പിന്നീട് താങ്കൾക്ക് തന്നെ ബോധ്യമായ കാര്യം, 20 ലക്ഷം രൂപ താങ്കളുടെ കെയർ ഓഫിൽ തന്നെ അല്ലെങ്കിൽ താങ്കൾ തന്നെ എഴുതിയതിൽ സീറോ ബാലൻസായി പിന്നീടെത്തുന്നു. ഇത്തരത്തിൽ താങ്കൾക്ക് ബോധ്യമായ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ബോർഡിൽ എത്തിയിട്ടുണ്ടോ? ഇതൊക്കെ ഈ ക്രമക്കേടുകളെ സംബന്ധിച്ച് നിങ്ങൾ ആഭ്യന്തരമായി ഇതൊക്കെ ഉന്നയിച്ചിട്ടുണ്ടോ? ഈ ബോർഡിൽ ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ പോയിട്ട് ഇങ്ങനെ ഒരു അഡ്മിഷൻ നടന്നതിൻ്റെ കാര്യം പോയിട്ട് ഒരു കാര്യവും ചർച്ച ചെയ്യാറില്ല. അത് ഒരു വാർഷിക പൊതുയോഗത്തിൽ ചെറുന്നൂർ ജയപ്രകാശും ഒരു 6 പേരും ചേർന്ന് ഒരു ലിസ്റ്റ് കൊടുക്കുകയുണ്ടായി. അഡ്മിഷന് കുറേ ഡീറ്റെയിൽസ് ചോദിക്കുകയുണ്ടായി. ആ ചെറുന്നൂർ ജയപ്രകാശിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന 6 പേരുടെയും ദയനീയമായ അവസ്ഥ. അവിടെ ആ ഹാളിനകത്തിട്ട് ഏതാണ്ട് 1000-ഓളം ആളുകളിരുന്ന ഹാളിനകത്തിട്ട് ഗുണ്ടകൾ ചേർന്ന് പട്ടിയെ തല്ലുന്നത് പോലെ ആ ഹാളിനകത്തിട്ട് തല്ലുകയും അത് കണ്ട് അട്ടഹസിച്ച് നിൽക്കുന്ന വെള്ളാപ്പള്ളിയെയും തുഷാറിനെയുമാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. വളരെ ദയനീയമായിരുന്നു. ഞാൻ ജനറൽ സെക്രട്ടറി അന്ന് വെള്ളാപ്പള്ളി നടേശനോട് ഞാൻ അഭ്യർത്ഥിച്ചു, ജനറൽ സെക്രട്ടറി അരുത് നിർത്തിവെക്കാൻ പറയൂ ഈ ദയനീയമായി റോഡിൽ ഹാളിനകത്തിട്ട് തല്ലുന്നതിനെ പറ്റി എന്ന് ഞാൻ അങ്ങേറ്റം ഇതോടുകൂടി ഞാൻ അദ്ദേഹത്തോടൊപ്പം ഡയസിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയുകയുണ്ടായി. പക്ഷേ പട്ടിയെ തല്ലുന്നത് പോലെ അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരുത്തൻ്റെ പല്ല് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു അഡ്വക്കേറ്റിൻ്റെ പല്ല് പോയെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ആ സ്ഥിതി വന്നാൽ ആരെങ്കിലും ഇത് പറയുവാനായി തയ്യാറാകുമോ? അത് തന്നെയാണ് കിളിമാനൂർ ചന്ദ്രബാബു. അതായത് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ബോധ്യമുള്ളവർ പോലും ഉന്നയിക്കുമ്പോൾ ഇതേ സംബന്ധിച്ച് മറുപടി പറയാതെ അവരെ അടിച്ചൊതുക്കുന്ന സമീപനമാണ് നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിലും അദ്ദേഹം നടത്തിയെന്ന് താങ്കൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, താങ്കൾ കണ്ടിട്ടുണ്ട്. ശ്രീ കിളിമാനൂർ, എല്ലാവർക്കും ബോധ്യമുണ്ട്, എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ആര് പറഞ്ഞാലും ഒന്നുകിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പുറത്താണ്. അതുപോലെ ആര് പറഞ്ഞാലും ഒന്നുകിൽ അവർക്ക് അടിയാണ് ബാലൻസ്, അല്ലെങ്കിൽ അവരെ ഒരു പക്ഷേ പലരെയും നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ പലരെയും കാണാതെ പോയിട്ടുണ്ട്, കേൾക്കാതെ പോയിട്ടുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ അവൻ്റെ സ്ഥിതി അതായിരിക്കും. എന്തായാലും വളരെ ഒരു ഗുണ്ടായുസത്തിലൂടെ വളരെ മോശമായ രീതിയിലാണ് ഇതിൻ്റെ ഭരണം പോകുന്നത്. ഇതൊരു കുറേ ഗുണ്ടകളെ വെച്ച് അദ്ദേഹം മാനേജ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. സ്പിരിറ്റ് കള്ളക്കടത്തിലെ കിട്ടാപ്രതികളായ വ്യക്തികളെയും അതുപോലെ തന്നെ ഗുണ്ടകളെയും ഉപയോഗിച്ച് മാത്രമാണ് ഈ പ്രസ്ഥാനത്തെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ഒരു വിരാമം ഇടുവാൻ ഏതെങ്കിലും ശക്തികൾ, ഏതെങ്കിലും ഈഴവ സമുദായം തയ്യാറായില്ലെങ്കിൽ വളരെ ദയനീയമായിരിക്കും ഇതിൻ്റെ നാളത്തെ അവസ്ഥയെന്ന് നമുക്ക് പറയാതിരിക്കുവാൻ വയ്യ. ശരി, ശ്രീ കിളിമാനൂർ ചന്ദ്രബാബു, SNDPയോടും SN ട്രസ്റ്റിനോടും ഒക്കെയുള്ള അല്ലെങ്കിൽ ആ സമുദായത്തോടുമൊക്കെയുള്ള അതിരറ്റ സ്നേഹമാണ് താങ്കളെ ഇതിലേക്കൊക്കെ നയിക്കുന്നത് എന്നാണ് ശ്രീ കിളിമാനൂർ ചന്ദ്രബാബു പറഞ്ഞു വരുന്നത്. അല്ല, ഈ SN ട്രസ്റ്റിൻ്റെയും SNDP യോഗത്തിൻ്റെയും കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ പല ഇതുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കച്ചവടം നടക്കുന്ന മൊത്തം വെള്ളാപ്പള്ളിയുടെ വീട്ടിലല്ലേ, വെള്ളാപ്പള്ളിയല്ലേ ഇത് നടത്തുന്നത്. അത്രയും ഈ ശ്രീകുമാറുമായി തെറ്റാനുണ്ടായ കാരണം എന്താണ്? സാമ്പത്തികമായ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നതിൽ വളഞ്ഞ വഴി ശ്രീകുമാർ ഉപയോഗിച്ചു എന്നുള്ള കാരണത്താൽ മാത്രമാണ് ശ്രീകുമാറിനെ SNDP യോഗത്തിൽ നിന്ന് പുറത്താക്കുകയും അതിൻ്റെ കണക്കുകളിൽ നിന്നൊക്കെ വ്യക്തമായ രൂപരേഖ ഉണ്ടാകാത്തത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ സുഭാഷ് വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറാണ്. അദ്ദേഹം തന്നെ അവിടെ നടക്കുന്ന ബിസിനസ്സുകളെക്കുറിച്ച് എല്ലാം നടത്തുന്നത് ബഹുമാനവനായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്.
അതാണ് ഈ കിളിമാനൂർ ചന്ദ്രബാബു അതുപോലെ ശ്രീകുമാർ ശങ്കേഴ്സ് ഹോസ്പിറ്റൽ മഹാനായ ആർ ശങ്കർ പറഞ്ഞോളൂ ശങ്കേഴ്സ് ഹോസ്പിറ്റൽ മഹാനായ ആർ ശങ്കർ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അത് ഒരു വലിയ ഉയർച്ചയിലേക്ക് ഉയർന്നു വന്ന സ്ഥാപനമാണ്. അതിൻ്റെ ഇന്നത്തെ സ്ഥിതി 2014 അത് 2,95,00,000 രൂപ നഷ്ടത്തിലേക്ക്, 2015 2,75,00,000 രൂപ നഷ്ടത്തിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇതിന് ലോൺ എടുക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അപ്രൂവൽ മേടിക്കണം. ഹൈക്കോടതിയിൽ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നു. അത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ തന്നെ കേസിന് എൻ്റെ അഡ്വക്കേറ്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 5 കോടി രൂപയുടെ ലോൺ എടുക്കുവാൻ വേണ്ടി. ഞാൻ വേണമെങ്കിൽ അതിപ്പോൾ അതിൻ്റെ കോപ്പി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ തന്നെ അദ്ദേഹം ആപ്ലിക്കേഷൻ്റെ കോപ്പി കാണിക്കൂ. ശ്രീ കിളിമാനൂർ ചന്ദ്രബാബു, അതായത് വെള്ളാപ്പള്ളി നടേശൻ സമ്പാദിച്ച ഈ അനധികൃത സ്വത്തിനെ സംബന്ധിച്ച് താങ്കൾക്ക് ബോധ്യമായത് പറയുമ്പോൾ രേഖകൾ സഹിതമാണ് താങ്കൾ പറയുന്നത് എന്നൊക്കെ ശരി തന്നെ. നിയമനങ്ങളിലൂടെ മാത്രമാണോ വെള്ളാപ്പള്ളി നടേശൻ ഇതൊക്കെ സമ്പാദിച്ചത്? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ചില കാര്യങ്ങൾ, ഇപ്പോൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. പക്ഷേ എന്നാലും അതിനകത്തൊരു വ്യക്തത കുറവുണ്ട് ശ്രീ കിളിമാനൂർ ചന്ദ്രബാബു. അതായത് നിയമനങ്ങളിൽ നിന്ന് ഇത്രയേറെ പണം അദ്ദേഹത്തിന് സ്വരൂപിക്കാനാകുമോ? അങ്ങനെയെങ്കിൽ SNDPയുടെ സ്ഥാനം ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങളിലാണ് അനധികൃതമായി വെള്ളാപ്പള്ളി നടേശൻ ഇടപെട്ടത്? താങ്കൾക്ക് ബോധ്യമായവ പറയൂ ശ്രീ കിളിമാനൂർ. അല്ല, ഈ അഡ്മിഷനിലൂടെയും അപ്പോയിൻമെൻറ്റിലൂടെയും എന്ന് പറയുന്നത് അത് തന്നെ SN ട്രസ്റ്റിൻ്റെയും SNDP യോഗത്തിൻ്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ നമുക്ക് കണക്ക് കൂട്ടാവുന്നുള്ള. ഇത് അദ്ദേഹത്തിൻ്റെ സമയത്ത് ഉണ്ടാക്കിയ സ്ഥാപനങ്ങളല്ല. അദ്ദേഹം സെൽഫ് മാനേജ്മെൻറ്റ് കോളേജുകൾക്ക് ചില കോളേജുകൾ ഉണ്ടാക്കി. അത് സെൽഫ് മാനേജ്മെൻറ്റ് കോളേജുകളെല്ലാം ഷെഡിനകത്തും അതുപോലെ തന്നെ UGC ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ഹോസ്റ്റൽ ബിൽഡിങ്ങുകളിലാണ് നടക്കുന്നത്. അല്ലാതെ അദ്ദേഹം ഇതിനു വേണ്ടി ഒന്നും ചിലവാക്കിയിട്ടില്ല. ഈ ഉണ്ടാക്കിയ പണം മൊത്തവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ നേരത്തെ തന്നെ ഈ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തതാണ്. 5 കോടി രൂപ, ഇത് 5 കോടി രൂപ അദ്ദേഹത്തിന് അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. ഈ 5 കോടി രൂപ ലോൺ സംബന്ധിച്ച്, അതായത് ശങ്കേഴ്സ് ഹോസ്പിറ്റൽ 5 കോടി രൂപ ലോൺ എടുക്കാൻ പ്രധാന ലക്ഷ്യം 5 കോടി രൂപ ലോൺ എടുക്കാൻ വേണ്ടി അദ്ദേഹം ഹൈക്കോടതിയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതാണ്. അപ്ലൈ ചെയ്തതിൻ്റെ കോപ്പി, അദ്ദേഹം കൊടുത്ത പെറ്റീഷൻ്റെ കോപ്പിയാണ് ഞാൻ ഈ കാണിച്ചത്. അത് ഒരു കാരണം ഞാൻ തന്നെ ഈ SN ട്രസ്റ്റിൻ്റെ അഴിമതികളെക്കുറിച്ച് ഒരു അന്വേഷണം അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്നും അദ്ദേഹത്തിൻ്റെ ഈ അഴിമതികൾ കോടതി മുഖാന്തരം, കോടതിയിൽ തന്നെ ഞാനൊരു കേസ് ഫയൽ ചെയ്തു SN ട്രസ്റ്റിൻ്റെ ഇതിൽ. അതുകൊണ്ട് 6 ബെഞ്ചുകൾ കേൾക്കാൻ തയ്യാറായില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട കോടതി പോലും നമുക്ക് നീതി തരുന്നില്ല എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. 8 ബെഞ്ചുകൾ കേൾക്കാൻ തയ്യാറായില്ല. അതായത് ശ്രീ കിളിമാനൂർ ചന്ദ്രബാബു, അതായത് ഗൗരവമാണ് ഈ വിഷയങ്ങൾ. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ അനധികൃതമായി വാങ്ങിയ പണം, SN ട്രസ്റ്റിൻ്റെയും SNDPയുടെയും ഒക്കെ പേരിൽ അദ്ദേഹം വാങ്ങിക്കൂട്ടിയ പണം, നിയമനങ്ങളിലൂടെയും മറ്റും ഒക്കെ വാങ്ങിക്കൂട്ടിയ പണം, ഈ പണമൊക്കെ കൃത്യമായി രേഖകളിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇനി അഥവാ രേഖകളിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഉള്ളിലുള്ളവർക്കറിയാമല്ലോ, രേഖയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും. അതൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ഈ സ്ഥാപനത്തിൻ്റെ തന്നെ പുരോഗതിക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം ഇവരെയൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൂടെ? അങ്ങനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായോ? അതിന് നിയമപരമായ ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? അത്തരത്തിൽ കൂടി വിശദീകരിച്ചാൽ ശ്രീ ചന്ദ്രബാബു. ഞാൻ ഇത് ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ശ്രമിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പുറത്തായി. പിന്നെ എനിക്കങ്ങനെ ബോധിപ്പിക്കാൻ കഴിയും? ഞാൻ ഇതിനകത്ത് ഈ സത്യങ്ങൾ പറയുവാനായി ഞാനൊരു ദിവസം കൈരളി പല പ്രാവശ്യം ഇതിനെപ്പറ്റി സംസാരിച്ചു. അത് സംസാരിച്ച് തുടങ്ങിയ ഉടനെ എന്നെ സംഘടനയിൽ നിന്ന് എന്നെ പുറത്താക്കി. കാരണം അദ്ദേഹം SN ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം SN ട്രസ്റ്റിൻ്റെ ഭൂരിഭാഗം മെമ്പർഷിപ്പുകളും അദ്ദേഹം 1 ലക്ഷം രൂപ വീതം അടച്ച് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ആക്കിയിരിക്കണം. അല്ലെങ്കിൽ 5,000. തീർച്ചയായും കിളിമാനൂർ ചന്ദ്രബാബു ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം BJP നേതാവ് ശ്രീധരൻ പിള്ള കൂടി ചേരുകയാണ്. ശ്രീധരൻ പിള്ള, അതായത് താങ്കൾ ഒരു നിയമവിദഗ്ധൻ കൂടിയാണ്. ഒരു കാര്യം, അതായത് ഒരു സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനും പുനരുദ്ധാരണത്തിനും ഒക്കെയായി രൂപപ്പെട്ട പ്രസ്ഥാനത്തെ ഉപയോഗിച്ച് ചില വ്യക്തികൾ
ഇത്തരത്തിൽ ലാഭമുണ്ടാക്കി എന്ന് അതിൽ തന്നെ പെട്ട ഒരാൾ ഇപ്പോൾ പറയുകയാണ്, കിളിമാനൂർ ചന്ദ്രബാബു. അതിൻ്റെ രേഖകളൊക്കെയും ഫോട്ടോ സഹിതം അദ്ദേഹത്തിൻ്റെ പക്കലുമുണ്ട്. അതാണ് ഇപ്പോൾ പീപ്പിൾ ടി വിയിലൂടെ കാണിക്കുന്നത്. ഏത് ആരോപണമായാലും ഏത് സമയത്ത് പറയുന്നതാണ് പ്രസക്തം. ഇതിപ്പോഴും ഒരു രാഷ്ട്രീയമായ ഒരു കേരള രാഷ്ട്രീയം ഒരു നാൽക്കവലയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ആ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മാത്രം ഇതൊരു ഇഷ്യൂ ആയിട്ട് കൊണ്ടുവരുമ്പോൾ ശ്രീ ശ്രീധരൻപിള്ള അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതായത് ഒന്ന്, വെള്ളാപ്പള്ളി നടേശനെതിരെയോ അല്ലെങ്കിൽ SN ട്രസ്റ്റിൻ്റെയും SNDPയുടെയും തലപ്പത്ത് വെള്ളാപ്പള്ളി വന്നതിന് ശേഷമോ ഉയർന്ന ആരോപണങ്ങൾ മുമ്പുമുണ്ട്. ഇപ്പോൾ അതിന് മാധ്യമ ശ്രദ്ധ കൂടുതൽ കിട്ടിയെന്നേ ഉള്ളൂ ഈ അവസരത്തിൽ. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല. താങ്കൾ മുമ്പും ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇടപെട്ടത്. പറയൂ. 2005 അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ആളുടെ ശ്രദ്ധയിൽ അത് പെട്ടുവെന്നും അദ്ദേഹത്തിന് നിവേദനത്തിന്റെ കോപ്പി കിട്ടിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം സുയോമോട്ടോ കേസെടുക്കാൻ ബാധ്യസ്ഥനല്ലേ? എന്താ ചെയ്തില്ല? അദ്ദേഹം അധികാരത്തിൽ ഇരുന്നപ്പം ചെയ്യേണ്ട ആളാണ് അന്ന് കൈവറച്ചെങ്കിൽ ആ കൈവറച്ച ആളിന്റെ വിറയലാണ് ഈ രാജ്യം നേരിടുന്ന അപകടകരമായ സ്ഥിതി എനിക്ക് തോന്നുന്നു. ശരി, അത്തരം ഭരണാധികാരികളുടെ വീഴ്ചയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കോ അല്ല പോകുന്നത്. ശ്രീധരൻപിള്ള, താങ്കൾ വളരെ ബഹുമാനിക്കപ്പെടുന്ന പരിണിതപ്രജ്ഞനായ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. താങ്കൾ നിയമവിദഗ്ധൻ കൂടിയാണ്. ഇത്തരത്തിലൊരു സമുദായത്തെ വെച്ച് കച്ചവടം ചെയ്യുന്നു, അത് ഇങ്ങനെയൊക്കെയാണ്, അതിന് ഇങ്ങനെയൊക്കെ നേട്ടങ്ങളാണ് ഇവരുണ്ടാക്കിയത്, ഇതൊന്നും സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ആ സംഘടനയുടെയോ മുതൽക്കൂട്ടായി എത്തിയില്ല എന്നിതാ രേഖകൾ സഹിതം പറയുമ്പോൾ ഇതേ സംബന്ധിച്ച് പറയാൻ ഒരു സനാതന ധർമ്മം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന താങ്കൾക്ക് ആകുന്നില്ലേ? വളരെ സ്വതന്ത്രമായി, ഒരു രാഷ്ട്രീയവും വേണ്ട. താങ്കളുടെ ഈ പദപ്രയോഗങ്ങളെല്ലാം വളരെ ആഹ്ലാദകരമാകുന്ന പദപ്രയോഗങ്ങളാണ്. പക്ഷേ സത്യം ഇവിടെ എന്താ നിങ്ങൾക്ക് എനിക്കും അറിയാം. ഇപ്പോഴും അദ്ദേഹം ഒരു പുതിയ രാജനൈതിക രംഗത്ത് ഒരു പ്രമുഖ സമുദായത്തിന്റെ നേതാവ് കാര്യകാരണ സഹിതം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും അദ്ദേഹത്തിന്റെ പ്രവർത്തനശൈലി തുടങ്ങുകയും ചെയ്തു. ആ തുടങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ പറയുമ്പോൾ ഞാൻ അതിനെയാണ് പറഞ്ഞത്. അത് തെറ്റാണ്. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് മുമ്പും ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. വിദ്യാസാഗർ, ഗോകുലം ഗോപാലൻ അടക്കമുള്ളവർ, ഈ കിളിമാനൂർ ചന്ദ്രബാബു, ഇങ്ങനെ ഒട്ടനവധി പേർ ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയാവുന്നതുണ്ട്. അതൊക്കെ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ടായതല്ല ശ്രീധരൻപിള്ള. അല്ല, അങ്ങനെയാണെങ്കിൽ നിയമവ്യവസ്ഥയില്ലേ? നിയമവ്യവസ്ഥയിലേക്ക് അല്ലാതെ പോകേണ്ടത്. നിയമവ്യവസ്ഥയിലേക്ക് പോയിക്കൊണ്ട് പരാതി ബോധിപ്പിച്ച് നടപടികൾ സ്വീകരിച്ചുകൊണ്ടല്ലേ ചെയ്യേണ്ടത്. ഇപ്പൊ ആരെ പറ്റി ആരോപണം ഉന്നയിക്കാം. ആരോപണം ശരിയോ തെറ്റോ ഞാൻ അതിലേക്കൊന്നും അല്ല കിടക്കും. പക്ഷെ ആരോപണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പൊതുപ്രവർത്തകർ, ഇപ്പൊ ശ്രീധരൻപിള്ള നാളെ ചന്ദ്രബാബുവിനെ പറ്റി ഒരു ആശയം ഉന്നയിക്കുന്നെങ്കിൽ അതിന്റെ മെറ്റീരിയൽസ് ഞാൻ അതിന് ശ്രീധരൻപിള്ള, താങ്കളുടെ മിടുക്കനായ അഭിഭാഷകനെ അല്ല ഞങ്ങൾക്ക് ആവശ്യം, ഒരു പൊതുപ്രവർത്തകന്റെ വാക്കുകളാണ്. അതായത് ശ്രീധരൻപിള്ള, അതായത് ഇങ്ങനെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ നിയമത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു പച്ചക്കറി നിലപാടാണോ സാധാരണഗതിയിൽ BJP സ്വീകരിക്കുന്നത്, ശ്രീധരൻപിള്ള സ്വീകരിക്കേണ്ടത്? സംശയം. ഈ പച്ചക്കറി നിലപാട് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് സായിപ്പിന്റെ വാക്കാണ്, മലയാളീകരിച്ചതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ പച്ചക്കറി നിലപാടിനാണ് മഹത്വം ഉള്ളതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതെ, തീർച്ചയായും. തിരിച്ച് മാംസ നിലപാട്, അതില് മാംസ നിലപാടിനേക്കാൾ നല്ലത് പച്ചക്കറി നിലപാടാണ്. ഏത് നിലപാടായാലും ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ രാഷ്ട്രീയ അംശങ്ങളല്ല പ്രാധാന്യം. അതിന്റെ നീതിയുടെ അംശം, അതിന്റെ നിയമത്തിന്റെ അംശം, ഇത് രണ്ടുമാണ്. നമ്മള് നിയമാധിഷ്ഠ നീതിയല്ല നമുക്ക് വേണ്ടത്. ആ നീതിയും നിയമവും താങ്കൾ കാണുന്നില്ല ഈ വിഷയത്തിൽ? അതിൽ ഈ ആരോപണം എങ്ങനെയാണ്? ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ CPM ഇന്നൊരു നിലപാടുണ്ട്. അവർ കാലിനടിയിലെ മണ്ണ് ചോർന്നുകൊണ്ടിരിക്കും. അവർക്ക് പിടിച്ചു നിൽക്കണം. അതിന് ഒരു കാരണക്കാരനായ ഒരാള് പല കാരണങ്ങളിൽ ഒന്ന് വെള്ളാപ്പള്ളി നടേശനാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ ശക്തമായി ഇത്തരത്തിൽ ദുരാരോപണം ഉയർത്തുന്നു അവരുടെ നിരാകരിക്കാൻ സാധിക്കും. ശ്രീധരൻപിള്ള, അതായത് ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യങ്ങളൊക്കെയും പറഞ്ഞത് ഒരു പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചവരാണ്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നവരാണ്. ഇന്ന് ശ്രീ വിജയൻ എന്ന മുൻ ഡയറക്ടർ ബോർഡ് അംഗം ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലേക്ക് നയിച്ച വിരോധം എങ്ങനെ വെള്ളാപ്പള്ളിക്കും തുഷാർ വെള്ളാപ്പള്ളിക്കും ഉണ്ടായി എന്നതൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹവും വെളിപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് SNDPയുടെ തന്നെ കോണുകൾ, ഇപ്പോൾ സാധാരണഗതിയിൽ കവികളൊക്കെ പറയാറുള്ളതുപോലെ കൂടെ കിടന്നവർക്കല്ലേ രാപ്പനി അറിയൂ എന്നൊരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിൽ അവരോടൊപ്പം സഞ്ചരിച്ചവരാണ്
ഇത്തരത്തിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ക്രോഡീകരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. രാഷ്ട്രീയം പിന്നീടാണ് വരുന്നത് ഒരുപക്ഷെ. ശ്രീ ശ്രീധരൻപിള്ള, താങ്കൾ നമ്മളെ സ്നേഹം വിലയിരുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, താങ്കൾ ഈ പറഞ്ഞതെല്ലാം CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അജണ്ടയാണ്. ആ അജണ്ട സെറ്റ് ചെയ്യാനുള്ള സമർത്ഥന്മാരാണ് അവർക്ക് അതിനുള്ള കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്, കേഡറുള്ള പാർട്ടി. അപ്പൊ ഈ അജണ്ട നടപ്പാക്കുന്നതിന് പകരം ആ അജണ്ടയ്ക്ക് വേണ്ടി ശ്രമിക്കാം. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇത് പറയുന്ന അവസരത്തിൽ അതിന് യുക്തിഭദ്രമായ ഒരു നിലപാട് സ്വീകരിക്കണം. ആ യുക്തിഭദ്രമായ നിലപാട് ഇലക്ഷന്റെ ഇങ്ങനെ അമിത്ഷായെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഇതുമായിട്ടൊരു ഇഷ്യൂ ആക്കി ഒരു പാർട്ടി മാറ്റുമ്പോൾ ഞാൻ പറയുന്നത് അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. മറ്റേ ആരോപണം ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അവിടെയാണ് അല്ലല്ല, ആ ആരോപണത്തെ സംബന്ധിച്ചാണ്. രാഷ്ട്രീയം വിടൂ, അത് ചോർത്തിക്കളയോ അതിൽ നിന്ന്. അതായത് ഒരു കാര്യം, ശാശ്വതീകാനന്ദ സ്വാമികളെ സംബന്ധിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ, സ്വത്ത് സമ്പാദനത്തെ സംബന്ധിച്ച് രേഖകൾ സഹിതം ഫോട്ടോ സഹിതം ഒക്കെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, ഇതേ സംബന്ധിച്ചൊക്കെ ഒരു അന്വേഷണം വേണമോ വേണ്ടയോ? താങ്കളുടെ നിലപാട്. അല്ല, ഇതിനെ സംബന്ധിച്ച് ഈ ശാശ്വതീകാനന്ദ സ്വാമിയുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈംബ്രാഞ്ച് തലത്തിലുള്ള അന്വേഷണം നടന്നതാണ്. അന്നത്തെ രാഷ്ട്രീയം നിങ്ങൾ മാറ്റിവെക്കുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് ആര് ഭരിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഏതായാലും അതിന്റെ ആ അന്വേഷണത്തെ ക്ലോസ് ചെയ്തു. അങ്ങനെ അന്വേഷണം ക്ലോസ് ചെയ്താൽ മറ്റാളുകളുടെ തെളിവുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നിലവിലുള്ള നമ്മുടെ ക്രിമിനൽ നടപടിക്രമ പ്രകാരം, ഭരണഘടന പ്രകാരം ആളുകൾ അത് പുറത്തു കൊണ്ടുവരേണ്ടതല്ലേ? ഇത്രയും കാലം മിണ്ടാതിരുന്നാൽ ഞാൻ ചോദിക്കട്ടെ, കുറ്റകരമായ ഈ മൗനം അങ്ങനെ ഉണ്ടെങ്കിൽ, അവരുടെ കേസ് തെളിവുണ്ടായിരുന്നു കൊടുത്തില്ലെങ്കിൽ അത് അക്ഷന്തവുമായ അപരാധമല്ലേ? നമ്മുടെ തെളിവ് നിയമത്തിലെ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന സമയത്തുള്ളത് അന്വേഷിക്കണം എന്നല്ലേ? ഈ അന്വേഷണത്തിന്റെ പത്രങ്ങൾ വഴി നമ്മൾ അത് റെഫർ ചെയ്തു പോയ മാറ്ററായിട്ട് സ്വാഭാവിക മരണമാണ്, അസ്വാഭാവിക. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്നിപ്പോ SNDP ആവശ്യപ്പെട്ടിരിക്കുന്നല്ലോ, ഞങ്ങൾക്ക് തെളിവുകളുണ്ട് കൊണ്ടുവരട്ടെ, അത് അന്വേഷിക്കട്ടെ, ആരന്വേഷിച്ചാലും കുഴപ്പമില്ല, CBI അന്വേഷിക്കട്ടെ, അവരാവശ്യപ്പെട്ടുണ്ടല്ലോ. അങ്ങനെ തെളിവ് കൊടുക്കട്ടെ, തെളിവ് കൊടുക്കുകയല്ലേ വേണ്ടത്. മറിച്ച് ഇത് പ്രചരണാത്മകമാക്കിക്കൊണ്ട് ആർക്കാര് എന്ന് പറയാമെന്നുള്ള സ്ഥിതി വരുന്നത്. ഞാനത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയനെ പറ്റിയൊക്കെ ആരോപണങ്ങൾ വ്യക്തിനിഷ്ഠമായിട്ട് വന്നപ്പോൾ ഞാനത് നൈതികമായി ഇടപെടുന്ന ആളാണ്. ശരിയാണ് ശ്രീ ശ്രീധരൻപിള്ള, അതൊക്കെ വേറെ വിഷയം. നമുക്ക് ഈ വിഷയത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്താൽ, അതായത് ഒന്ന്, ശാശ്വതീകാനന്ദ സ്വാമികളെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ പുതിയ ചില വെളിപ്പെടുത്തലുകൾ ശ്രീ ബിജു രമേശ് പീപ്പിൾ TVയിലൂടെയാണ് നടത്തിയത്. അതായത് പ്രിയൻ എന്ന ഒരാളുടെ സ്വയമുള്ള, താങ്കളുടെയൊക്കെ നിയമഭാഷയിൽ പറഞ്ഞാൽ 164 സ്റ്റേറ്റ്മെന്റ്, എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എങ്കിൽ അത്തരത്തിൽ ഒരു കാര്യം, അല്ലെ ഒരുപക്ഷെ സ്റ്റേറ്റ്മെന്റ് അല്ല എങ്കിൽ പോലും അങ്ങനെ ഞാൻ കൊന്നു എന്ന കാര്യം ബിജു രമേശ് തന്നെ പറഞ്ഞു. ഞാൻ കൊന്നു എന്ന് പ്രിയൻ പറഞ്ഞതായി ബിജു രമേശ് തന്നെ പറഞ്ഞു. ആ ബിജു രമേശ് നമ്മോടൊപ്പമുണ്ട്. ശ്രീ ശ്രീധരൻപിള്ള ദയവായി തുടരുക, താങ്കൾ പോകരുത് ചർച്ചയിൽ നിന്ന്. ശ്രീ ബിജു രമേശ്, ഇത്തരത്തിൽ ഏതൊക്കെയോ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിലർ പറയുന്നത്. ഇതിലൊന്നും വലിയ കഴമ്പില്ല എന്നതാണ് ശ്രീ ശ്രീധരൻപിള്ള പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. ശ്രീ ബിജു രമേശ് കേൾക്കാമോ? ശരി, ശ്രീ ശ്രീധരൻപിള്ളയിലേക്ക് ബിജു രമേശ് ഉടൻ തന്നെ വരും. അദ്ദേഹത്തിന്റെ ഫോൺ ലൈനിലായിരുന്നു, പക്ഷേ കട്ടായി പോയതാണ്. ശ്രീ ശ്രീധരൻപിള്ള, അതായത് പ്രിയൻ എന്ന ഒരു വ്യക്തി കൊന്നു എന്ന് ഏറ്റു പറഞ്ഞു എന്നാണ് ഇപ്പോൾ ബിജു രമേശ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അതേ സംബന്ധിച്ച് പലയിടങ്ങളിലും അദ്ദേഹം കാര്യങ്ങൾ വെച്ചുവെങ്കിലും അതിന് ശ്രദ്ധ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഒരു സ്വാമിജിയെ കൊന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇത്രയേറെ കാര്യങ്ങൾ വരുമ്പോൾ അതിന് പുനരന്വേഷണം വേണ്ടെന്നാണോ BJPയുടെ നിലപാട്? അല്ല, BJPയുടെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോ ഏത് കാര്യങ്ങളിലും പൊതുവായിട്ട് പറയാറുള്ള കാര്യങ്ങളാണ്. നമ്മളെന്താ അറിയോ, ഇതിലുള്ള വിഷമം എന്താണെന്നറിയോ എന്നെ ഏറ്റവും വ്യാകുലപ്പെടുത്തുന്നത്? നമ്മളിപ്പോ ഏത് ആരോപണങ്ങൾ ആരെപ്പറ്റിയും ആരോപണങ്ങൾക്ക് വിധേയരാവാത്ത ഒരാൾ പോലും പൊതുരംഗത്തുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ അച്യുതാനന്ദൻ കൊലക്കേസിലെ ഇടപെടുന്നതിൽ ക്ഷമിക്കുക. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ബിജു രമേശ് തന്നെ എത്തിയിട്ടുണ്ട്. താങ്കൾ ദയവായി പോകരുത്. ബിജു രമേശ് കേൾക്കാമല്ലോ? കേൾക്കാം. അതായത് താങ്കൾ അടക്കമുള്ളവർ ഇപ്പോൾ പല കാര്യങ്ങളെ സംബന്ധിച്ചും ഉന്നയിച്ച ആരോപണങ്ങൾക്കൊക്കെ ഏതൊക്കെയോ അജണ്ടയുണ്ട്, അതൊന്നും വലിയ വ്യക്തമല്ല, അതിലൊന്നും വലിയ കാര്യമില്ല എന്നൊരു ധ്വനിയാണ് ശ്രീ ശ്രീധരൻപിള്ള പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അങ്ങനെയാണോ? പുതിയ വെളിപ്പെടുത്തൽ കിളിമാനൂർ ചന്ദ്രബാബു ഇപ്പോൾ നടത്തി. അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരം സംബന്ധിച്ച ഫോട്ടോ സഹിതമുള്ള വിവരം, ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ട അല്പം മുമ്പ് മുൻ ഡയറക്ടർ ബോർഡ് അംഗം വിജയൻ വെളിപ്പെടുത്തി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടി ശ്രീ ബിജു രമേശ്, എനിക്ക് രാഷ്ട്രീയ അജണ്ടയോ പ്രത്യേകിച്ച് എനിക്ക് BJPയോട് ശത്രുതയോ ഒന്നുമില്ല. കാര്യം കഴിഞ്ഞ അരീപ്പുറം ഇലക്ഷന് പോലും ഇലക്ഷന് ആദ്യം എന്നോടാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാവുന്നത്. അപ്പൊ ഞാൻ BJP ശത്രുവല്ല, BJP മിത്രമായതുകൊണ്ടാണ് അവരെന്നെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ ജില്ലാ പ്രസിഡന്റ് ആൾക്കാർ കൂടി എന്നെ വീട്ടിൽ വന്ന് ക്ഷണിച്ചത്.
അപ്പൊ ഞാൻ BJP അനുകൂലിയാണ് എന്ന് അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഞാൻ BJPക്ക് ശത്രുവല്ല. അപ്പൊ എന്നെ ആ ശത്രുവായിട്ടുള്ള സ്ഥാനത്തോ എന്നെ കാണിച്ച് സംസാരിക്കുന്നത് തന്നെ തെറ്റാണ്. ഞാൻ ആരുടെയും ശത്രുവമോ അല്ലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയുമല്ല. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേട്ടങ്ങളോ അതിനുവേണ്ടി അല്ലെ ആർക്കെങ്കിലും കൊണ്ട് നേട്ടത്തിന് വേണ്ടിയോ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ SNDP യോഗത്തിനെതിരെ അല്ല സംസാരിക്കുന്ന ഒന്നാമത്തെ വിഷയം. ഇത് ഒരു കൊലപാതകത്തിനെതിരെ എന്നോട് പറഞ്ഞ വസ്തുത ഞാൻ പറഞ്ഞപ്പോൾ ആ കൊലയാളിയുടെ പിന്നിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ അതിനെന്തിനാണ് രാഷ്ട്രീയപരമായ നിറങ്ങളും അതിന് കളേഴ്സും കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. വെള്ളാപ്പള്ളി നടേശൻ അല്ലെങ്കിൽ അതിന് CBI എൻക്വയറി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അന്വേഷണം വന്ന് അതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരുന്നതിന് പകരം അതിന് അവർ മൂന്നാം മുന്നണി തകർക്കാനോ അല്ലെ ആ മുന്നണികൾ ഉണ്ടാക്കുക ഇതൊന്നും അത് സമുദായത്തിന്റെ അംഗങ്ങൾക്കല്ലേ മൂന്നാം മുന്നണി. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ഒരാളാണോ മൂന്നാം മുന്നണി എന്ന് പറഞ്ഞ മൊത്തം സംഭവം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളി സ്വാമിയെ മർദ്ദിച്ചു എന്നുള്ള വിവരങ്ങളും ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഒന്നുകൂടി ആവർത്തിച്ച് ചാനലിൽ പറഞ്ഞപ്പോൾ ഇപ്പോൾ അതിന് പ്രാധാന്യം വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിനു വേണ്ടി സ്വാമിയുടെ മരണത്തിന് വേണ്ടി ഞങ്ങൾ നിരാഹാരം കംപ്ലീറ്റ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ കിടന്നിരുന്നിട്ടുള്ളതാണ് ഒരു ദിവസം മുഴുവൻ. അന്നത്തെ VS അച്യുതാനന്ദനെ കൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കൊണ്ട് പരാതി കൊടുത്തു. കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് പരാതി കൊടുത്ത് കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. അതിനുശേഷം ഈ 3 ദിവസം കഴിയുമ്പോഴാണ് പ്രിയൻ എന്ന് പറയുന്ന ആൾ എന്റെ ഫോൺ നേരിട്ട് എന്റെ ഹോട്ടലിൽ വരികയും ഫോണിലൂടെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തത്. ഈ വസ്തുത ഞാൻ 3-4 പബ്ലിക് മീറ്റിങ്ങുകളിൽ ഈ വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. ഇത് രഹസ്യമായിട്ടുള്ളതല്ല. അതാണ് ശ്രീ ബിജു രമേശ് ദയവായി തുടരുക. ശ്രീ ശ്രീധരൻപിള്ള വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീധരൻപിള്ള അതാണ് നിങ്ങളൊക്കെ തമ്മിൽ ഇപ്പോൾ ബന്ധുക്കളായി ഈ ഘട്ടത്തിൽ കൂടി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ബിജു രമേശ് നേരിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരക്ഷരം പോലും പറഞ്ഞില്ല. അദ്ദേഹം നിങ്ങൾ ചുരുക്കം എന്ന് പറഞ്ഞ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ബിജു രമേശ് ഞാനൊന്നും എതിരായിട്ട് താങ്കൾക്കെതിരായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവർ റെഫർ ചെയ്തു. അപ്പൊ ആ റെഫർ ചെയ്തപ്പോ ഇത് പിന്നെ അസ്വാഭാവിക മരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു. എത്രയോ കൊല്ലങ്ങളായി. താങ്കൾ തന്നെ പറഞ്ഞല്ലോ അച്യുതാനന്ദന് അന്ന് അതിന് മെമ്മോറാണ്ടം കൊടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ എടുക്കാൻ നല്ല കാര്യമാണ്. പക്ഷെ അച്യുതാനന്ദൻ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ ഫർദർ അന്വേഷണം ഉണ്ടായില്ല? അപ്പം ഇപ്പൊ കൂടുതലായി തെളിവുണ്ടെങ്കിൽ അന്വേഷണത്തിന് കൊടുക്കട്ടെ എന്നാണ് എന്റെ നിലപാട്. ദയവായി തുടരുക. ബിജു രമേശ് അതാണ് താങ്കൾ പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു മധുരമായി അദ്ദേഹം എതിർക്കുകയാണ് ചെയ്തത്. അതായത് അന്വേഷണം നടന്നതാണല്ലോ പിന്നീട് എന്തിന് എന്നുള്ള ഒരു ചോദ്യം കൂടി അതിനകത്തുണ്ട്. ശ്രീ ബിജു രമേശ് വളരെ പെട്ടത്. ഞങ്ങൾ അന്ന് പരാതി കൊടുക്കുന്ന സമയത്ത് ഈ വിജിലൻസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറഞ്ഞ ശേഷം 11 വർഷത്തോളം നീട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഒരു അതിനകത്ത് കാര്യങ്ങളില്ലെങ്കിൽ കഴമ്പില്ലെങ്കിൽ എന്തിനാണ് ഒരു അന്വേഷണം 11 വർഷത്തേക്ക് നീട്ടി പൂഴ്ത്തി വെച്ചുകൊണ്ടിരുന്നത്? ഈ സമയം ഏകദേശം 1 കൊല്ലം മുമ്പാണ് ഈ അന്വേഷണം അവസാനിപ്പിച്ച് ക്ലോസ് ചെയ്തതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുവരെയും ഈ അന്വേഷണത്തിന്റെ പേരിൽ ഈ ആദ്യമായി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് പോയത് കംപ്ലീറ്റ് പിന്നിലും നമുക്ക് സംശയങ്ങൾ ജനിക്കുന്നതാണ്. അന്ന് MP ശ്രീകുമാർ പറയുന്നുണ്ടായിരുന്നു ഈ കേസുകൾ കംപ്ലീറ്റ് കൊടുത്ത് CBI വേണമെന്ന് കൊടുപ്പിച്ചത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. കോടതിയിൽ വരുമ്പോൾ പറയും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തികരമാണെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ ഹൈക്കോടതിയിൽ തീർച്ചയായും അന്വേഷണത്തിന് അനുകൂലം എന്ന് പറഞ്ഞ് അന്വേഷണത്തെ അട്ടിമറിക്കുന്ന രീതി വെള്ളാപ്പള്ളി പിന്തുടർന്നു. താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് പറഞ്ഞതാണ്. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശന്റെ സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചും ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ കൂടി നിൽക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ തെളിവുകളാണ് ഓരോ ദിവസങ്ങളിലും വെള്ളാപ്പള്ളി നടേശനെതിരെ എത്തുന്നത്. മുൻ SNDP അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പുതിയതായി വെളിപ്പെടുത്തിയത്. അതാണ് പീപ്പിൾ ടിവിയിലൂടെ രേഖകൾ സഹിതം ഫോട്ടോ സഹിതം ഇത് സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട്